ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിലെ ആക്റ്റീവും പാസീവുമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസിലെ ആക്റ്റീവും പാസീവുമാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ ഫ്യൂച്ചർ ടെൻസിലെ ആക്റ്റീവും പാസീവുമാണ് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസിലെ 4 ആക്റ്റീവ് സെൻറ്റൻസും 2 പാസീവ് സെൻറ്റൻസും, അങ്ങനെ 6 സെൻറ്റൻസേ ഉള്ളൂ. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും കൂടി നമ്മൾ 14 എണ്ണം പഠിച്ചു. 14 6 20, അങ്ങനെ 20 സെൻറ്റൻസാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ഈ വാചകങ്ങൾ എക്സാമ്പിൾ സഹിതം എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇത് നിർബന്ധിച്ച് പഠിക്കണം. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ സാധാരണ ഈ കൊട്ട് പഠിക്കുന്ന പോലെ 1-ാം കാലം 2-ാം കാലം 3-ാം കാലം 4-ാം കാലം 5-ാം കാലം എന്ന് പഠിക്കുന്ന പോലെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ തായമ്പക എന്ന് പറയുന്ന ഗ്രാമർ പഠിക്കാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ ടെൻസ് പഠിച്ച് വാചകങ്ങൾ ക്ലിയർ ആക്കണം. ഇന്ന് ഞാൻ ഫ്യൂച്ചർ ടെൻസിലെ ആദ്യത്തെ വാചകം തുടങ്ങാം. സിമ്പിൾ ഫ്യൂച്ചർ എന്നാണ് ആദ്യം പറയാം. സിമ്പിൾ ഫ്യൂച്ചറിലെ പ്രെഡിക്കേറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വെർബിൻ്റെ ഭാഗത്ത് വിൽ ഓർ ഷാൽ പ്ലസ് V1 കണ്ടാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ഫ്യൂച്ചർ സാധാരണ തൊട്ട ഭാവിയെ സൂചിപ്പിക്കുന്ന പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുക. തൊട്ട ഭാവിയെ സൂചിപ്പിക്കുന്ന പ്രവൃത്തിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ വാചകം, they will build a bridge. they will build a bridge. they സബ്ജക്റ്റ്, will build എന്നുള്ള വെർബ്, a bridge എന്നുള്ള ഒബ്ജക്റ്റ്. ഇത് ടോട്ടൽ ഇത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVO ഓർഡർ ആണ്. SVOC ചിലപ്പോൾ കോംപ്ലിമെന്റ് ഉണ്ടാവും. അങ്ങനെയാണ് SVO എന്നുള്ള സാധാരണ നമ്മൾ പറയുക. കോംപ്ലിമെന്റും ഉണ്ടാവും. ഇപ്പോൾ കോംപ്ലിമെന്റ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി വാചകം വലുതാവുമ്പോൾ കോംപ്ലിമെന്റ് വരും. അപ്പോൾ സാധാരണ വാചകം എഴുതുമ്പോൾ SVOC ഓർഡറിലാണ് എഴുതുക. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് വിശേഷങ്ങളായിട്ട് എന്തെങ്കിലും കിട്ടും ചിലപ്പോൾ. അതിനാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയാം. അതെ. അപ്പം സിമ്പിൾ ഫ്യൂച്ചർ കണ്ടു നമ്മൾ. അതിൽ വില്ല് ഓർ ഷാലെ പ്ലസ് V1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറാണെന്ന് മനസ്സിലാക്കാം. അവർ ഒരു പാലം പണിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ഒരു പാലം പണിയും. വിൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ പണിയും. അപ്പോൾ വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതും. വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോകും. വിൽ ക്രൈ എന്ന് പറഞ്ഞാൽ കരയും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് വിൽ ഓർ ഷാൽ വയ്ക്കാം. അത് വില്ലാണോ ഷാലാണോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് പഠിക്കാം. ഏത് പേഴ്സൻ്റെ കൂടെ ഏത് വെച്ചാലാണ് നല്ലത്, ഏത് പേഴ്സൻ്റെ കൂടെ ഏത് വെച്ചാലാണ് ഫ്യൂച്ചർ കിട്ടുക, മാറ്റം വരാം. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ പാസീവ് വരുന്നത് they will be built, sorry, they will the bridge will be built by them. അതായത് ഒബ്ജക്റ്റ് ആദ്യം എടുക്കുക, എ ബ്രിഡ്ജ് എന്നാണ്. വിൽ ബിൽഡ് എന്ന് പോയിട്ട് വിൽ ബി ബിൽഡ് എന്നാവും. ദേ എന്നുള്ളത് ബൈ ദം എന്നാവും. ഇതാണ് ഏജന്റ്. അപ്പോൾ എ ബ്രിഡ്ജ് വിൽ ബി ബിൽഡ് ബൈ ദം. ഒരു പാലം അവരാൽ പണിയപ്പെടും. ഒരു പാലം അവരാൽ പണിയപ്പെടും പാസീവായി. അപ്പോൾ അടുത്തത് 2 ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സബ്ജക്റ്റ് വയ്ക്കുക, പ്രെഡിക്കേറ്റ് വയ്ക്കുക, പ്രെഡിക്കേറ്റിലെ വെർബ് വയ്ക്കുക, ഒബ്ജക്റ്റ് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണത്? ദേ വിൽ ബി ബിൽഡിങ്. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കണ്ടാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വില്ലിന് പകരം ഷാലാവും. വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കണ്ടാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഇതെന്താ കാണിക്കുക? നാളെ ഈ സമയത്ത് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നാളെ ഈ നേരത്ത് ഞാൻ ബിരിയാണി പാകം ചെയ്തുകൊണ്ടിരിക്കും. തൊട്ട ഭാവിയിൽ തുടരാൻ ഉദ്ദേശിക്കുന്ന ജോലിയാണ്. നാളെ ഈ നേരത്ത് ഞാനൊരു നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. തൊട്ട ഭാവിയിൽ തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കണ്ടാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. എന്തിനാ ഉപയോഗിക്കുക? തൊട്ട ഭാവിയിൽ തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി. നാളെ ഈ നേരത്തെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയും. സോറി, അതിൽ പാസീവ് ഇല്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. നോ പാസീവ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം അർത്ഥം അവർ പാലം പണിതുകൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ, they will have built a bridge. will or shall plus have plus V3. ചെറിയ ഗോൾഡ് കാരണം they will have built a bridge. അവർ ഒരു പാലം പണിതിട്ടുണ്ടാകും. will or shall plus have plus V3 കണ്ടാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തോടു കൂടി ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലി.
they will have built a bridge. അവർ പാലം പണിതിട്ടുണ്ടാകും. ഭാവിയിൽ നിശ്ചയ സമയത്തോടെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പീരിയഡ്. 2015 കൂടി അവർ ഈ പാലം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അതിന്റെ പാസീവ് will or shall plus have plus past participle പോയിട്ട് എന്തായി മാറും? will or shall plus have plus been plus v3. അപ്പോൾ a bridge will have been built by them. ഒരു പാലം അവരാൽ പണിയപ്പെട്ടിട്ടുണ്ടാകും. പണിതിട്ടുണ്ടാകും, പണിയപ്പെട്ടിട്ടുണ്ടാകും. അതാണ് അതിന്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തിനാ ഉപയോഗിക്കുക? ഭാവിയിൽ ഒരു നിശ്ചയ സമയത്തോടു കൂടി ചെയ്ത് തീർത്തിട്ടുണ്ടാകുന്ന പ്രവൃത്തി. ഇപ്പോൾ 2026 കൂടി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അതിന് പാസീവ് എന്താ വരിക? ഒബ്ജക്റ്റ് ആദ്യം വരാം. ദ ബ്രിഡ്ജ് വിൽ ഹാവ് ബീൻ ബിൽറ്റ് ബൈ ദം. ആ പാലം അവരാൽ പണിയപ്പെട്ടിട്ടുണ്ടാകും. പണിതിട്ടുണ്ടാകും എന്നുള്ള പോലെ എന്തായി മാറി? പണിയപ്പെട്ടിട്ടുണ്ടാകും എന്നായി മാറി. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് v3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ട ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്, പാസീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് v3 മാത്രമാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് v3 ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ്. ഒരു പാലം അവരാൽ പണിയപ്പെട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞു അടുത്തത് പണിയപ്പെട്ടിട്ടുണ്ടാകും. നാലാമത്തെ they will have been building a bridge. will or shall plus have plus been plus ing. they will have been building a bridge. അവർ ഒരു പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ടാകും. 2026 മുതൽ 2030 വരെ അവർ ഒരു പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. 2026 മുതൽ 2028 വരെ ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊണ്ട് ഉപയോഗിക്കുക. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഭാവിയിൽ ഒരു നിശ്ചിത സമയം മുതൽ നിശ്ചിത സമയം വരെ തുടർന്ന് ചെയ്യാവുന്ന ജോലി, തുടർന്നുകൊണ്ടിരിക്കാവുന്ന ജോലിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഉപയോഗിക്കുക. അതിന് പാസീവ് ഇല്ല. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ പാസീവ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. അപ്പോൾ 4 ആക്റ്റീവും 2 പാസീവും. ഇതോടുകൂടി ആക്റ്റീവ് പാസീവ് വോയിസിന്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതോടുകൂടി പാസീവ് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെയല്ല. നമ്മൾ ഈ പാസീവായി എഴുതുന്ന വാചകങ്ങളൊക്കെ സാധാരണ അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്, മൂന്നും ഒന്ന് തന്നെയാണ്. അസർട്ട് മീൻസ് സേ. അസർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്, മൂന്നും ഒന്ന് തന്നെ, സാധാരണ വാചകം. എന്നാൽ സാധാരണ വാചകത്തിന് മാത്രമല്ല പാസീവ് ആക്കേണ്ടി വരിക. നമ്മൾ വേറെയും വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? According to the nature of the words in a sentence, sentences can be classified into 4. ഒരു വാചകത്തിൽ അടയ്ക്കുന്ന പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് according to the nature, function and order of the words in a sentence, sentences can be classified into 4. They are assertive, imperative, exclamatory and interrogative. ഇതിന് നമ്മൾ അസർട്ടീവ് സെന്റൻസിനെ പാസീവ് ആക്കാനാണ് ഇതുവരെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. പക്ഷേ ഇനി നമുക്ക് അസർട്ടീവ് സെന്റൻസ് മാത്രമല്ല, ഇമ്പരേറ്റീവ് സെന്റൻസിനെയും എക്സ്ക്ലമേറ്ററി സെന്റൻസിന് വേണ്ടി വരില്ല. കാരണം എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ വെർബ് സാധാരണ ട്രാൻസിറ്റീവ് വെർബ് ആവില്ല, ഇൻട്രാൻസിറ്റീവ് വെർബ് ആവും. ട്രാൻസിറ്റീവ് വെർബ് സകർമ്മകമായുള്ള ക്രിയകളെ നമുക്ക് പാസീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആശ്ചര്യവായത്തിന് സാധാരണ ട്രാൻസിറ്റീവ് വെർബ് കുറവാണ്. അതുകൊണ്ട് ആശ്ചര്യവായത്തിന് പാസീവ് ആക്കേണ്ട പരിപാടി വരാറില്ല. ചിലതൊക്കെ നമുക്ക് മറിച്ചിട്ടുണ്ടെങ്കിൽ വരും. അത് നോക്കണ്ട, അത് അത്രമാത്രം എക്സ്പെർട്ട് ആവട്ടെ. 2 കൈയും വിട്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ കുറച്ച് പഠിച്ചിട്ട് മതി. പിന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കേണ്ടി വരും. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആണ്. വേവേഡ് ക്വസ്റ്റൻ ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റൻ ഉണ്ട്. ഇതിന് രണ്ടിനെയും നമുക്ക് പാസീവ് ആക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിഞ്ഞതുകൊണ്ടന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസിനെയും ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെയും പാസീവ് ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്യൂച്ചർ ടെൻസിലെ ഈ വാചകങ്ങളെ നല്ലപോലെ എഴുതി പഠിക്കുക. ഇത് എഴുതി പഠിച്ചതിന് ശേഷം ഒരു ആക്റ്റീവ് സിമ്പിൾ പ്രസന്റിലെ ഒരു വാചകം എഴുതുക. ഏതൊരു വാചകം എഴുതുക. ഐ ബൈ എ കാർ. അതിന്റെ പാസീവ് എഴുതുക ഐ ആം ബൈയിങ് എ കാർ. അതിന്റെ പാസീവ് എഴുതുക ഐ ഹാവ് ബോട്ട് എ കാർ. അതിന്റെ പാസീവ് എഴുതുക
ഐ ഹാവ് ബീൻ ബൈയിങ് എ കാർ. പ്രസന്റ് അങ്ങനെ 7 വാചകം. പാസ്റ്റ് ടെൻസിൽ 7 വാചകം. ഫ്യൂച്ചർ ടെൻസിൽ 6 വാചകം. അങ്ങനെ 20 വാചകം എഴുതുക. പറ്റുമെങ്കിൽ ഞാൻ പറയില്ല, ഒരു ഗുളിക കഴിക്കുന്ന പോലെ ഓരോ ദിവസവും ഓരോ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ വിക്രിയകളും മനസ്സിലാവാം. വാചകം എഴുതാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എൻ്റെ റിക്വസ്റ്റാണ്, ഈ 20 വാചകങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. വളരെ നല്ല മിടുക്കന്മാരായിട്ട് ഇംഗ്ലീഷുകാരാവും നിങ്ങൾക്ക്. എന്നാൽ പണ്ഡിതനാവുമെന്ന് ഞാൻ പറയണില്ല, അതിന് കുറച്ചുകൂടെ ഒക്കെ പോകണം. ഗ്രാമറിൽ പഠിത്തം കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോകണം. ഇപ്പോൾ വാചകം കേടുകൂടാണ്ട് ഒരു വിധം എഴുതി വരാം എന്ന് നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു പാസീവ് ആക്കാൻ പോകുന്നത് ഇമ്പരേറ്റീവ് സെൻസിനെയും ഇൻട്രോഗേറ്റീവ് സെൻസിനെയും. ഇമ്പരേറ്റീവ് സെൻസ് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. അസർട്ടീവ് സെൻസ് നമ്മൾ എഴുതി പറഞ്ഞു. എല്ലാ വാചകവും നമ്മൾ സാധാരണ അസർട്ടീവ് സെൻസ് ആയിട്ട് തുടങ്ങുക. പിന്നെ നമുക്ക് ഇമ്പരേറ്റീവ് സെൻസ് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. കൽപ്പന, ആജ്ഞ, അപേക്ഷ, ഇത്തരം വാചകങ്ങളെയും നമുക്ക് പാസീവ് ആക്കേണ്ടി വരും. അപ്പോൾ ആ വാചകങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാചകങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് അറിയണം, നല്ലതാണ്. നമുക്കറിയാം, എല്ലാ വാചകത്തിലും തുടക്കത്തിൽ സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റും വെർബും കൂടിയുള്ള ഭാഗത്ത് നമ്മൾ പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയും. വാചകത്തിലെ 2 പാർട്ടുകൾ പ്രധാനം: സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ടിൽ വെർബ് ഭാഗവും പെടും, ഒബ്ജക്റ്റും പെടും, കോംപ്ലിമെന്റും പെടും. കോംപ്ലിമെന്റ് നിങ്ങൾ സാധാരണ കണ്ടിട്ട് അവരെ വരും. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് പാർട്ട്, സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ്. നമുക്ക് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും വരച്ച് പഠിക്കണം. അത് നമുക്ക് ക്ലോസുകളുടെ ഘടകമനുസരിച്ച് വാചകത്തിന് 4ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും പിന്നെ പഠിക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമ്പരേറ്റീവ് സെൻസ്. ഇമ്പരേറ്റീവ് സെൻസ് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. എന്താ അതിൻ്റെ പ്രത്യേകത? ആ വാചകം തിരിച്ചറിയാം. നമ്മൾ സാധാരണ പറയാം സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉണ്ടാവുന്നില്ല പറയാം, അല്ലെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അതേസമയം ഇമ്പരേറ്റീവ് സെൻസിൽ സാധാരണ സബ്ജക്റ്റ് കാണാറില്ല. അപ്പോൾ സബ്ജക്റ്റില്ലാതെ സാർ ആദ്യം പറഞ്ഞു സബ്ജക്റ്റ് വെർബ് ഉണ്ടെങ്കിലേ വാചകമാവുള്ളൂ, ക്ലോസ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇമ്പരേറ്റീവ് സെൻസിൽ അതായത് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡറിൽ സബ്ജക്റ്റ് കാണാറില്ല. ബിക്കോസ് ഓൾവേസ് സബ്ജക്റ്റ് ഈസ് യു. സബ്ജക്റ്റ് എപ്പോഴും യു ആണ്, സെക്കൻഡ് പേഴ്സൺ ആണ്. ആയതുകൊണ്ട് നമ്മൾ പറയാറില്ല കം ഹിയർ എന്ന് പറഞ്ഞ അർത്ഥം യു കം ഹിയർ എന്നല്ലേ. റൈറ്റ് എ നോവൽ, യു റൈറ്റ് എ നോവൽ. സിറ്റ് ഡൗൺ, യു സിറ്റ് ഡൗൺ. അതുകൊണ്ട് യു സബ്ജക്റ്റ് ആണ്. ആയതുകൊണ്ട് അത്രയേ ആവശ്യമുള്ളൂ. സബ്ജക്റ്റ് പറയാറില്ല, അവിടെ നിർത്താറാണ് പതിവ്. നമ്മൾ കമിൻ, ഗെറ്റ് ഔട്ട് ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇമ്പരേറ്റീവ് സെൻസ് ആണ്. കിൽ ഹിം, കൊല്ലവനെ, ഇല്ലേ? ഇതൊക്കെ ഇമ്പരേറ്റീവ് സെൻസിലാണ്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ആണ്. ഇത് സബ്ജക്റ്റ് വരാറില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇമ്പരേറ്റീവ് സെൻസിനെയും ഇൻട്രോഗേറ്റീവ് സെൻസിനെയും പാസീവ് ആക്കാൻ പഠിക്കാം. ഇന്ന് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.